Dear students, today we discuss the delta functions. The first type of delta function is the Kronecker delta function, and delta functions are not a pure mathematical function, but it occurs as status of a mathematical function for a particular value of the variable. That is Kronecker delta function. It is expressed as delta ij is equal to 0 for I not equal to j, and delta ij is equal to 1 for I equal to j. That is certain functions. This is usually applicable in the case of we have special functions, and that special functions satisfy some orthogonality condition, and in orthogonality condition for particular value, some I and j variable, if I equal to j, then that orthogonal condition attains a non-zero value. If I not equal to j, then that orthonormal condition or orthogonal condition attains the value of 0. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് ഓൾ ദ കണ്ടീഷൻസ് ആർ ടു ബി എക്സ്പ്രസ്ഡ് ഇൻ എ സിമ്പിൾ ഇക്വേഷൻ. എന്നിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഈ ഒരു ഡെൽറ്റ ഐ ജെയും കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് പി എം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ആ പി എം എന്നിൻ്റെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ, സപ്പോസ് ഡെൽറ്റ എം എൻ അല്ലെങ്കിൽ ഡെൽറ്റ ഐ ജെ പി ഐ ജെ ഡെൽറ്റ ഐ ജെ എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് പി ഐ ജെക്ക് പി ഐ ജെ ആൻഡ് പി ഐ ജെ സ്റ്റാർ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് വയ്ക്കാം. വൺ ഫംഗ്ഷൻ പി ഐ ജെ, ദെൻ ദ അതർ വൺ ഈസ് പി ഐ ജെ സ്റ്റാർ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐയും ജെയും ഈക്വൽ ടു 0 സെയിം ആവുന്ന കേസിൽ നമുക്ക് ഒരു സപ്പോസ് ഒരു 4π എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെന്ന് വയ്ക്കുക. അല്ലാത്ത കേസിലൊക്കെ അത് 0 ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ഇഫ് പി ഐ ജെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ ഐ ജെ ഇൻറ്റു പി ഐ ജെ സ്റ്റാർ into delta ij equal to this that is equal to this one this equal to 4π into delta ij. അപ്പോൾ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, ഐയും ജെയും ഈക്വൽ അല്ലാത്തൊരു സമയത്ത് ഈ വാല്യൂ 0 ഓട്ടോമാറ്റിക്കായിട്ട് 0 മാറും, അല്ലാത്ത സമയത്ത് ഇതിൻ്റെ വാല്യൂ 4π ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോണക്കൽ ഡെൽറ്റ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. Then the next one is Dirac's delta function ആണ്, one dimensional Dirac delta function. This is the a generalization of the Kronecker delta to the case of continuous functions. So continuous functionsൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാനുള്ള ക്രോണക്കർ ഡെൽറ്റൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഈ ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇൻ ദിസ് കേസ് സമ്മേഷൻ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഇൻറ്റഗ്രേഷൻ, and physically a Dirac's function represents something concentrated into a point in space. സപ്പോസ് ഒരു പെർട്ടിക്കുലർ ഇലക്ട്രിക് ചാർജ് പോയിൻ്റ് ഒരു പെർട്ടിക്കുലർ സ്പേസിലുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പോയിന്റിൽ മാത്രമേ നമുക്ക് ചാർജിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. ആ പോയിൻറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്കിതുപോലെ ഡിറാക്സിൻ്റെ ഡെൽറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓർ സംതിങ് കോൺസെൻട്രേറ്റഡ് ഇൻ ടു എൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, ഒരു ഇമ്പൾസീവ് ഫോഴ്സിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോമാണ് വരുന്നുണ്ടാവുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം, എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും എക്സ് ഈക്വൽ ടു എക്സ് പ്രൈമിലാണ് ഈ ഒരു ഫംഗ്ഷന് അത് പീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ മാത്രമാണ്, ഈ ഒരു ഫംഗ്ഷൻ്റെ ഈ ഒരു പോയിന്റിൽ മാത്രമാണ് അതിൻ്റെ പീക്ക് വാല്യൂ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഡി ക്യു എന്ന് പറയുന്ന ചാർജ് ഡി എക്സ് എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെൻറ്റ് ലെങ്ത്തിലാണ്. അപ്പോൾ ചാർജ് ഡെൻസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ചാർജ് ഡെൻസിറ്റി ഈസ് എക്സ്പ്രസ് ഡെൽറ്റ ഓഫ് എക്സ്, അതിൻ്റെ മാക്സിമം പോയിൻ്റാണ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് പറയുന്നത്. So small amount of charge contained within a small portion of line of length dx is given by dq is equal to നമുക്ക് റോ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും ഡിക്കിൻ്റെ എക്സ്പ്രഷന്. സോ ടോട്ടൽ ചാർജ് കോൺസെൻട്രേറ്റഡ് ചാർജ് കണ്ടെയ്ൻഡ് ബൈ ദ ലൈൻ, ടോട്ടൽ ചാർജിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രൽ -∞ to ∞ റോ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എഴുതാം. ലെറ്റ് ദ ചാർജ് ഗെറ്റ്സ് കോൺസെൻട്രേറ്റഡ് ഇൻ ടു എ വെരി സ്മോൾ പ്ലേസ്, എക്സ് ഈക്വൽ ടു എക്സ് പ്രൈമിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ റോ ഓഫ് എക്സ് റൈസ് വിത്ത് എ പീക്ക് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ലൈൻ ഇൻ്റഗ്രലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ ടോട്ടൽ -∞ to +∞ ഈ റോ ഓഫ് എക്സ് ചാർജ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ കേസിൽ ഒരു പീക്കിൽ മാത്രമാണ് ഈ ചാർജ് ഡെൻസിറ്റി പീക്ക് ചെയ്യുന്നുള്ളത്. ഇഫ് ദ ചാർജ് കോൺസെൻട്രേഷൻ ഫർദർ ടേക്സ് പ്ലേസ് ദെൻ റോ ഓഫ് എക്സ് ബിക്കംസ് ഇൻഫിനിറ്റ് അറ്റ് എക്സ് പ്രൈം ആൻഡ് ഈക്വൽ ടു 0 അറ്റ് ഓൾ അതർ പൊസിഷൻസ്.
അപ്പോൾ ഇത് ഇൻസ്റ്റെഡ് ഓഫ് ഈ ഒരു കേസിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഓൾ അതർ പോയിന്റ്സിലും അതിൻ്റെ വാല്യൂ 0 എന്ന് പറയാൻ പറ്റും. ദസ് മാക്സിമം ലിമിറ്റ് ഓഫ് റോ ഓഫ് എക്സ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ ആസ് ക്യൂ ടോട്ടൽ ഈസ് ഈക്വൽ ടു this summation. Actually here summation is from minus infinity to infinity rho of x into dx എന്ന് എഴുതാൻ പറ്റും. and q total can be expressed as ഇതിനൊരു മോഡിഫൈഡ് ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് it is minus infinity to infinity integral q into delta of x minus x prime dx എന്ന്. അപ്പോൾ q ടോട്ടലിന് നമുക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ടേംസിൽ integral minus infinity to plus infinity q into delta of x minus x prime into dx എന്ന് എഴുതാൻ പറ്റും. അതായത് q total is equal to q for x equal to x prime and q total equal to 0 for x not equal to x prime. So above equation can be suitably modified to accommodate functions in general. അപ്പോൾ ഇതിനെ ഒരു ജനറൽ ഫംഗ്ഷൻസിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഓഫ് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം ഇൻറ്റു ഡി എക്സിന് നമുക്ക് മോഡിഫൈഡ് ഫോമിൽ എഴുതാൻ പറ്റും. ആൻഡ് ദ മീനിങ് ഓഫ് ദിസ് ഈസ് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം ആൻഡ് എഫ് ഓഫ് എക്സ് പ്രൈം ഈക്വൽ ടു 0 ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് പ്രൈം ആണ്. സോ ഇഫ് വി പുട്ട് x is equal to 0 in the above equation, that is the above equation, we get f of 0 is equal to integral minus infinity to infinity f of x into delta of x minus x prime becomes delta of x dx, and this equation gives the value of the function at the origin. So for all this purpose we can use so any function, these equations already which we have described, that is equation 5 and 6 are important. That is f of any function can be expressed as an integral form, and in order to evaluate the value of the function at the origin also we can use the Dirac delta function. By considering equation 5, it can be taken that if f of x is an odd function, then Dirac's delta function delta of x minus x prime must be even. അപ്പോൾ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് ഇക്വേഷൻ 5 നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം എന്നാണ്. അപ്പോൾ ഇതിൽ സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ആണെങ്കിൽ, അപ്പോൾ ഇതിൽ രണ്ട് ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്രൈം എന്നുള്ളതും എന്തായിരിക്കും, ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഓഫ് എക്സ് പ്രൈം ഓഡ് ഫംഗ്ഷനായി നമുക്ക് കിട്ടണമെങ്കിൽ എഫ് ഓഫ് എക്സിനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡെൽറ്റ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം, ഈവൺ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് പ്രൈം എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനായിട്ട് കിട്ടുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റഡ് ഇക്വേഷൻ 5 must run from minus infinity to infinity, but it is required the range of integration must cover the position where the function has the maximum value. അപ്പോൾ ഇതിൽ നമ്മൾ ചില കേസിലൊക്കെ നമ്മൾ ഈ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ളത് അതിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും അത് നമ്മുടെ മാക്സിമം വരുന്ന പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ചേഞ്ച് പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ അത് ചേഞ്ച് വരുത്താൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് സപ്പോസ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 3 എക്സ് ക്യൂബ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് 2 ഡി എക്സ് ആണ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എഫ് ഓഫ് എക്സ് പ്രൈം ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ ദിസ് ഫംഗ്ഷൻ ഇറ്റ് വിൽ ബി ഇൻറ്റഗ്രൽ 0 to 3 എക്സ് ക്യൂബ് ഡി എക്സ് എന്നുള്ള ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇതിൻ്റെ വാല്യൂ എക്സ് ക്യൂബ് ആണെങ്കിൽ ഫോർ എക്സ് ഈക്വൽ ടു 2 ആണ്. എക്സ് ഈക്വൽ ടു 2 മാത്രമേ ഇത് റീറ്റെയിൻ ചെയ്യുള്ളൂ. സോ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഈക്വൽ ടു 8 ആയിരിക്കും. ഒരു ഓഡ് ഫംഗ്ഷൻ്റെ കേസ് എഫ് ഓഫ് മൈനസ് എക്സ് എപ്പോഴും മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് മൈനസ് എക്സ് ദി ഹോൾ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ആണ്. അതുപോലെ സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. ഈവൺ ഫംഗ്ഷൻ്റെ കേസിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സാമ്പിളായിട്ട് പറയുന്നത് മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കണം. വി ഹാവ് എഫ് ഓഫ് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് 2 to plus 2x plus 3 into delta of 3x dx. Integral minus 2 to plus 2 2x plus 3 into delta of 3x dx ആണ് നമ്മുടെ ഇക്വേഷന്.
അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. ദിസ് ഇക്വേഷൻ ക്യാൻ ബി കമ്പയർഡ് വിത്ത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം ഡി എക്സ് എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ എഫ് ഓഫ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -2 ടു 2x + 3 ദെൻ ഇൻറ്റു നമുക്ക് വരുന്ന ഡെൽറ്റ ഓഫ് 3x നമുക്ക് മാറ്റിയിട്ട് ഇറ്റ് ഹാസ് ടു ബി എക്സ്പ്രസ്ഡ് ആസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം എന്നുള്ള ഒരു ഫോമിലേക്ക് മാറ്റണം. സോ ഡെൽറ്റ ഓഫ് 3x ബിക്കംസ് 1/3 ഇൻ ഡെൽറ്റ ഇൻറ്റു 1/3 ഇൻറ്റു 3x എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 ക്യാൻസൽ ചെയ്ത് പോകും. സോ 1/3 ഓഫ് ഡെൽറ്റ എക്സ് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ ഓഫ് 3x വിത്തിൻ ഇൻ്റഗ്രൽ ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഡെൽറ്റ ഓഫ് 1/3 ഇൻറ്റു 3x എന്ന് എഴുതാൻ പറ്റും. സോ ദ വാല്യൂ ഈസ് ഇൻ്റഗ്രൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണാൻ പറ്റും -2 to 2x + 3 ഇൻറ്റു 1/3 ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഫോർ എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഡെൽറ്റ ഓഫ് എക്സ് മാത്രമേ കാണുന്നുള്ളൂ. സോ ആക്ച്വലി നമുക്ക് ഡെൽറ്റ ഓഫ് എക്സ് -0 എന്ന് അസ്യൂം ചെയ്യാം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു 0 ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. സോ എഫ് ഓഫ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷനായിട്ട് വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1/3 ഇൻറ്റു 2x + 3 ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 2x + 3 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ബൈ ദിസ് മെത്തേഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ബൈ യൂസിങ് ദീസ് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ. നെക്സ്റ്റ് നമുക്ക് ഡെൽ ഡോട്ട് ഓഫ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. സപ്പോസ് നമ്മൾ എഫ് ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ എടുത്തു. ഡെൽ ഡോട്ട് ഓഫ് എഫ് ആർ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഓഫ് 1/r² ഇൻറ്റു ആർ ക്യാപ്പ്. സോ ഡെൽ ഡോട്ട് ഓഫ് എഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് വിൽ ബി ഈക്വൽ ടു നമുക്ക് ഡെൽ ഡോട്ട് ഫംഗ്ഷനിൽ നമുക്കറിയാം വാല്യൂ ഈസ് ഈക്വൽ ടു 1/r² സൈൻ തീറ്റ ഡോ/r ഓഫ് r² സൈൻ തീറ്റ ഇൻറ്റു 1/r² ആണ്. സ്ഫെറിക്കൽ പോളർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എഫ് ഓഫ് ആർ ഡെൽ ഡോട്ട് എഫിൻ്റെ ഫസ്റ്റ് കോമ്പണൻ്റ് ആണ് നമുക്ക് ഈ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/r² സൈൻ തീറ്റ ഡോ/r ഓഫ് r² സൈൻ തീറ്റ ഇൻറ്റു 1/r² ആണ്. സോ ഇറ്റ് ഈസ് ഡോ/r ഓഫ് r² സൈൻ തീറ്റ എന്ന് പറയുമ്പം സൈൻ തീറ്റ ഔട്ട് സൈഡ് എടുക്കാം. ഡോ/r ഓഫ് ദിസ് r² ഇൻറ്റു 1/r². സോ r²/r² എന്ന് പറയുമ്പോൾ അത് 1 ആണ്. ഡോ/r ഓഫ് 1 ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. That means del dot of r cap by r square is equal to 0 ആണ്. സോ വോളിയം ഇൻ്റഗ്രൽ ഓഫ് del dot of r cap by r square dr is equal to 0. ഇനി ഇതിനെ നമ്മൾ ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ആണ്. അപ്പോൾ വോളിയം ഇൻ്റഗ്രലിനെ നമുക്ക് അതിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റാൻ പറ്റും. del dot of r cap by r square becomes surface integral of r cap by r square dot dA that is equal to 0. So surface integral of r cap by r square into നമുക്ക് ഏരിയ എലമെൻറ്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു r² സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഇൻറ്റു ആർ ക്യാപ്പ്. സോ ദാറ്റ് ഈക്വൽ ടു 0 മീൻസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് r² ആൻഡ് r² ക്യാൻസൽ ചെയ്തു. ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഈക്വൽ ടു 0. So integral of surface integral of sin theta d theta d phi it is equal to 4 pi. It is integral d phi surface integral എന്ന് പറയുമ്പോൾ 0 to pi d theta വരും, integral 0 to 2 pi d phi വരും. സോ അതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് 4 pi എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ 4 pi ഈക്വൽ ടു 0 എന്നുള്ളൊരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരാണ്. So this equation is a mathematical paradox and this can be overcome only by applying this Dirac delta function. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ ഈ ഒരു മാത്തമാറ്റിക്കൽ പാരഡോക്സ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് വെൻ ആർ ഈക്വൽ ടു 0 എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ വി ഹാവ് എഫ് ഈസ് ഗിവൺ ആസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. വെൻ ആർ 0 ആകുമ്പോൾ ദിസ് ഡെൽ ഡോട്ട് എഫ് ഇൻഫിനിറ്റി ആവും. ഡെൽ ഡോട്ട് എഫ് ബിക്കംസ് ഡെൽ ഡോട്ട് ഓഫ് ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് അൺഡിറ്റർമിനൻറ്റ്. So this above function has zero divergence only when r equal to 0. സോ നമുക്ക് കൺക്ലൂഷനിലെത്താൻ പറ്റുന്നത് ഈ ഒരു ഫംഗ്ഷന് നോൺ സീറോ ഡൈവേർജൻസ് വരുന്നത് r ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസിൽ മാത്രമാണ് ഇതിന് നോൺ സീറോ ഡൈവേർജൻസ് വരുന്നത്. ഫോർ ഓൾ അതർ പൊസിഷൻസ് ദ ഡൈവേർജൻസ് ഈസ് 0. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്തത്. നോൺ സീറോ വാല്യൂസ് സോ വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് ഓഫ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് 4 pi ഇൻറ്റു ഡെൽ ക്യൂബ് ഓഫ് ആർ ഡി ടോ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും നമുക്ക്.
So that is volume integral of del dot of r cap by r square d tau is equal to 4 pi into volume integral of del cube of r d tau. So volume integral of del cube of r d tau is equal to 1 when r equal to 0, and this equal to 0 when r not equal to 0. From this equation, that is this equation is valid, the above equation is valid only for any volume contained in a closed surface. Its size is immaterial, and so equation 10 can be rewritten as by removing the integral del dot of r cap by r square. നമുക്ക് ആ ഒരു ഇക്വേഷനെ ഈ ഒരു ഫോമിൽ മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആ കോംപ്ലിക്കേഷൻ ഉള്ളൂ. അതായത് del dot of r cap by r square is nothing but 4 pi into del cube of r. അപ്പോൾ അതിൽ when r equal to 0 ആകുമ്പം it becomes 4 pi, and when all other case it is equal to 0 എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്തും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. del dot of r cap by r square that is equal to 4 pi into del cube r. For r equal to 0 എന്ന് പറയുന്ന കേസിൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഫോർ ഓൾ അതർ കേസസ് നമുക്കിതിൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0 ആയിരിക്കണം ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ഇത് വെച്ചിട്ട് കാണുന്നത് എഫ് ഓഫ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് കെ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് തീറ്റ ഡി എക്സ്. നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് എഫ് ഓഫ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം ഡി എക്സ് ആണ്. അപ്പോൾ അതിൽ എഫ് ഓഫ് എക്സ് പ്രൈം ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം എന്നുള്ള കണ്ടീഷനാണ് നമുക്കറിയുന്നത്. പിന്നെ ഈ ഇക്വേഷനും നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ്റെ പ്ലേസിൽ 1 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈമിന് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് തീറ്റ എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 വെൻ എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു തീറ്റ എന്നുള്ള കേസിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു ഈ വാല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള 3 ഡയമെൻഷണൽ ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷനാണ്. ദാറ്റ് ഓൾറെഡി നമ്മൾ അത് പിന്നെ നമ്മുടെ ഡൈവേർജൻസ് ഇക്വേഷൻ വന്നപ്പോൾ അത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 1 ഡയമെൻഷണൽ ഡിറാക് ഡെൽറ്റ ഇക്വേഷൻ ആണെങ്കിൽ അത് എഫ് ഓഫ് എക്സ് പ്രൈം ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം ഡി എക്സ് ആണ്. വൈ ഡയറക്ഷനിൽ എഫ് ഓഫ് വൈ ഇൻറ്റു ഡെൽറ്റ ഓഫ് വൈ മൈനസ് വൈ ഡാഷ് ആണ്. എഫ് ഓഫ് സെഡ് ഡയറക്ഷനിലാണെങ്കിൽ അത് എഫ് ഓഫ് സെഡ് പ്രൈം ഇൻറ്റു എഫ് ഓഫ് സെഡ് ഇൻറ്റു ഡെൽറ്റ ഓഫ് സെഡ് മൈനസ് സെഡ് പ്രൈം ഡി എക്സ് ആണ്. അപ്പോൾ എനി പോയിന്റ് ഇൻ 3 dimensional space is represented as a function of 3 mutually perpendicular coordinates ആണ്, either x, y, z or r, theta, phi. So the 3-dimensional Dirac delta function എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. So that is 3 minus infinity to plus infinity 3 times f of x, f of y, f of z, delta of x minus x prime, y minus y prime and delta of z minus z prime into dx, dy, dz എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു ഫോമുല എഫ് ഓഫ് ആർ പ്രൈം ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഓൾ സ്പേസ് എഫ് ഓഫ് ആർ ഇൻറ്റു ഡെൽ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ ഡാഷ് ഡി ആർ എന്നുള്ളൊരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ കേസിൽ ഇഫ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 0 ദെൻ ദ ഫംഗ്ഷൻ അറ്റ് ദ ഒറിജിൻ നമുക്ക് ആർ ഡാഷ് 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽ ക്യൂബ് ഓഫ് ആർ ടേം ചെയ്യാൻ പറ്റും. ആ കേസിൽ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആർ പ്രൈം ഇസ് ഈക്വൽ ടു 0 ആണ്. ആർ പ്രൈം 0 ആകുമ്പോൾ നമുക്ക് എഫ് ഓഫ് 0ൻ്റെ വാല്യൂ കിട്ടും. സോ ദ ഫംഗ്ഷൻ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ഒറിജിൻ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഓൾ സ്പേസ് എഫ് ഓഫ് ആർ ഇൻറ്റു ഡെൽ ക്യൂബ് ഓഫ് ആർ ഡി ടോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഡൈവേർജൻസ് ഇക്വേഷൻസ് ആണ്. ഡൈവേർജൻസ് ഇക്വേഷൻ്റെ ആ 4π = 0 എന്നുള്ള അനോമലി നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ ക്രോണിക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ആപ്ലിക്കേഷന് നമുക്ക് സ്പെഷ്യൽ ഫംഗ്ഷൻസിലൊക്കെയാണ് വരുന്നത്. ഓക്കെ.